السلام عليكم ورحمة الله وبركاته. الحمد لله الذي نعمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس اتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട പവിത്രമായ ഒരു അതിഥിയെ, ഒരു മാസത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇന്ന് മാസപ്പിറവി ദർശിച്ചാൽ നാളെ റമദാൻ ഒന്നായി. ബഹുമാനപ്പെട്ട ഖതീബ് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ റമദാന്റെ ആരംഭത്തിൽ തന്നെ ആകാശത്ത് നിന്ന് ഒരു മലക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശരി അഖ്സിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ റമദാനിന്റെ തുടക്കത്തിൽ തന്നെ ഒരു മലക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, നന്മ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നേറുക. നന്മയിലേക്ക് മുന്നേറാൻ, നല്ല പ്രവർത്തനം നടത്തണം എന്നുദ്ദേശിക്കുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ നിർവഹിക്കണം എന്നുദ്ദേശിക്കുന്ന ആളുകൾ മുന്നോട്ട് കുതിക്കാൻ. വയാ ബാഗിയ ശരി അഖ്സിർ, വല്ല തിന്മയുടെയും ആലോചനയുള്ള മനുഷ്യനോട് അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നന്മയിലേക്ക് മുന്നേറാൻ വേണ്ടിയിട്ടാണ് മലക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഖതീബ് സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ ജീവിതത്തിൽ പരിശുദ്ധ റമദാനിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അയാളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒരാൾക്ക് പരിശുദ്ധ റമദാനിൽ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റിയാൽ അയാളുടെ ജീവിതത്തിൽ അത്ര വലിയ നേട്ടം മറ്റൊന്നില്ല. അതുകൊണ്ടാണ് ഈ മാസം റഹ്മത്തിന്റെ മാസമാണെന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ കാരുണ്യം ചൊരിയുന്ന മാസമാണ്, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നൽകുന്ന മാസമാണ്, പാപമോചനം അള്ളാഹു നൽകുന്ന മാസമാണ്, റഹ്മത്തും ബർക്കത്തും നൽകുന്ന മാസമാണ്. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ ആയിരിക്കണം ആ മാസത്തിൽ നമ്മൾ ജീവിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ബഹുമാനപ്പെട്ട ഖതീബ് സൂചിപ്പിച്ചു, നീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന നവൈതു സൗമഗദിൻ എന്നുള്ള നീയത്തല്ല ഉദ്ദേശിച്ചത്. ശക്തമായ തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവും. ശക്തമായ തീരുമാനം, ഞാൻ ഇന്ന പ്രവർത്തനങ്ങളൊക്കെ റമദാനിൽ നിർവഹിക്കും എന്നുള്ള ശക്തമായ തീരുമാനമുണ്ടാണ്. തീരുമാനിച്ചാലുള്ള ഗുണം, ഇന്നമൽ അഅ്മാലു ബിന്നിയാതി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. അള്ളാഹു ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് നീയത്തും കൂടെ നോക്കിയിട്ടാണ്, ഉദ്ദേശവും കൂടെ നോക്കിയിട്ടാണ്. ഓരോരുത്തർ ഉദ്ദേശിച്ചത് അവനുണ്ടാകുമെന്നാണ്. ഓരോരുത്തൻ ഉദ്ദേശിച്ചത് എന്താണ് അത് അവനുണ്ടാവും. അതുകൊണ്ട് ശക്തമായ തീരുമാനം എടുക്കേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ. ഈ റമദാനിൽ ഞാൻ ഇന്നതൊക്കെ ചെയ്യും, ഇന്ന പ്രവർത്തനങ്ങളൊക്കെ ഞാൻ നടത്തുമെന്ന് ആദ്യം സ്വന്തം തീരുമാനിക്കുക. കാരണം എന്താ? സ്വന്തം തീരുമാനവും മാറ്റവും വരുത്താത്ത ആളുകളുടെ ജീവിതത്തിൽ അള്ളാഹു മാറ്റം വരുത്തുകയില്ല. നമ്മൾ എത്രയോ തവണ കേട്ടൊരായത്താണ്, ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്താത്ത ഒരാളുടെ ജീവിതത്തിലും അള്ളാഹു മാറ്റം വരുത്തൂല. നമ്മളാദ്യം മാറ്റം വരുത്താൻ തീരുമാനിക്കണം. ആ മാറ്റം എന്താവണം എന്നതാണ് ഇന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. എന്തൊക്കെ മാറ്റം എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തും, ഇബാദത്ത് കാര്യങ്ങളിൽ, മറ്റുള്ള എല്ലാ സംഗതികളിലും എന്തൊക്കെ മാറ്റം ഞാൻ വരുത്തുമെന്ന് ഓരോരുത്തരും സ്വന്തം തീരുമാനം എടുക്കുക. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക അതിന് തൗഫീക്ക് കിട്ടാൻ. എത്ര മനുഷ്യന്മാരുണ്ട്, ആരോഗ്യമുള്ള
എത്രയെത്ര മനുഷ്യരുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീക്ക് കിട്ടാതെ പോയ ആളുകൾ. പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ, പള്ളിയുടെ ചാരത്ത് ഓരത്ത് താമസിക്കുന്ന പലരും പള്ളിയിൽ ജമാഅത്തിന് വരാൻ അവർക്ക് തൗഫീക്കില്ല. അവർക്കതറിയില്ല, അവർക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലായില്ല, അവരതിന് ശ്രദ്ധിക്കുന്നില്ല, അവരവഗണിക്കാണ്. മതിയായ കാരണങ്ങളില്ലാതെ, മതിയായ സബബുകളില്ലാതെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. നമ്മളെ ദുനിയവിയായ ജീവിതത്തിൽ നമ്മൾ പല തീരുമാനം എടുത്ത ആൾക്കാരാണ് അല്ലേ? അതിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ദുനിയാവിന്റെ വിഷയത്തിൽ എന്താ, ഭാര്യനെയും മക്കളെയും അതുപോലെ തന്നെ മാതാപിതാക്കളെയും ഒക്കെ വിട്ട് നാട്ടിൽ നിന്ന് വിട്ട് 2 കൊല്ലം 3 കൊല്ലം ഒക്കെ തുടർച്ചയായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരില്ലേ? എന്നുണ്ടോ അതിൽ നിൽക്കാൻ പറ്റിയേ? ശക്തമായിട്ടുള്ള തീരുമാനമാണ്. എനിക്ക് നാട്ടിലൊരു വീടുണ്ടാക്കണം, എൻ്റെ മകളെ കെട്ടിക്കണം, കല്യാണം കഴിക്കണം. ഇങ്ങനെയുള്ള ശക്തമായ തീരുമാനം ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് നാട്ടിൽ നിന്ന് 2 3 കൊല്ലം തുടർച്ചയായി മാതാപിതാക്കളെയും ഭാര്യയും മക്കളെയും കാണാൻ കഴിയാതെ വിട്ടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അവരെ ശക്തമായ തീരുമാനം അല്ലേ? എന്താ, ദീനിന്റെ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയാതെ പോണത്? ദീനിന്റെ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ? ചില തീരുമാനങ്ങൾ ഇന്ന് സ്വന്തം നമ്മൾ ഏറ്റെടുക്കുക. ഒന്ന്, റമദാനിന്റെ ലക്ഷ്യം സൂക്ഷ്മത ഉണ്ടാവലാണ്, തഖ്വ ഉണ്ടാവലാണ്. അത് എഴുന്ന് തുടരണമെന്നറിയോ? ഒന്ന്, ജുമുഅ. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ജുമുഅക്ക് വരുമെന്നുള്ളൊരു തീരുമാനം ഉണ്ടാകുക. റമദാനിൽ മാത്രമല്ല, എല്ലാ കാലത്തും. ബാങ്ക് കൊടുത്തതിന് ശേഷം പള്ളി വരുന്നതിന് ജുമുഅ ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ തീരുമാനം അതാണ്. ഇനി ഞാൻ ഒരിക്കലും ബാങ്ക് മുന്നേ പള്ളി കയറുന്നു. എത്ര നേരത്തെ കയറുന്നു അത്ര പ്രതിഫലം കൂടുതലാണ്. മിനിമം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പെങ്കിലും ഞാൻ പള്ളി കയറും. ഒന്ന്. രണ്ടാമത്തത് ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യമാണ്. ജമാഅത്ത് നമസ്കാരം മനഃപൂർവ്വം ഞാൻ ഒഴിവാക്കണ പ്രശ്നമില്ല. ഉറങ്ങിപ്പോണതിന് ഇളവുണ്ട്. ഒരാൾ ഉറങ്ങിപ്പോയാൽ ഇളവുണ്ട്, ഒരാൾ രോഗിയായാൽ ഇളവുണ്ട്, ഒരാൾ മറന്നുപോയാൽ ഇളവുണ്ട്. എല്ലാത്തിനും ഒരു ഇളവില്ല. മനഃപൂർവ്വം ഇങ്ങനെ ഇരുന്ന് ടിവിന്റെ മുന്നിൽ ഇരുന്നിട്ട് ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ പള്ളി പോകാതിരിക്കണ യാതൊരു ഇളവുമില്ല, ഒരിളവുമില്ല. അത് ഹറാമാണ്. നിങ്ങൾക്കറിയാം, വലിയൊരു ഇബിലീസ് നമ്മളെ കാത്തുക്കുണ്ട് റമദാനിൽ. ഈ റമദാനിൽ വലിയൊരു ഇബിലീസ് കാത്തുക്കുണ്ട്. നിങ്ങൾക്കറിയാലോ, ഫുട്ബോൾ. ഉറക്കൊഴിച്ചിട്ട് മനുഷ്യന്മാരിങ്ങനെ നിൽക്കുന്നതിന് മുന്നിൽ. ജീവിതത്തിൽ ഒരിക്കൽ പോലും തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേൽക്കാത്ത ആൾക്കാരാണ് രാത്രി നാട്ടിലൊക്കെ 1:30 മണിക്കൊക്കെ എഴുന്നേറ്റ് അലാറം വെച്ചിട്ട് ഇത് കാണാൻ വേണ്ടി ഇരിക്കണത്. ഫുട്ബോൾ കളി കാണൽ ഹറാമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജീവിതത്തിൽ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കാൻ പോലും തയ്യാറില്ലാത്ത മനുഷ്യന്മാർ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ എത്ര വലിയ സങ്കടകരമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക. ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട ഖത്തീബ് 2 ജമാഅത്ത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. സുബഹി ജമാഅത്തും ഇശാ ജമാഅത്തും. അതിന്റെ പ്രാധാന്യം അദ്ദേഹം പറയുണ്ടായി. മനഃപൂർവ്വം വീട്ടിലിരുന്നു കൊണ്ട് ജമാഅത്തിന് പോകാതിരിക്കാറിന് ഹറാമാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങൾ സീരിയൽ ഉണ്ടായാലും തിരക്കടില്ല, TV ഉണ്ടായാലും തിരക്കടില്ല, വീട്ടിൽ മറ്റ് സൊറയിൽ പെട്ടാലും തിരക്കടില്ല. മറന്നു പോയാൽ ഓക്കെ, അത് എപ്പോഴും മറക്കൂലല്ലോ. ഒരു നേരമൊക്കെ മറക്കുള്ളൂ, അല്ലെങ്കിൽ 2 നേരം മറക്കും. വളരെ ശ്രദ്ധിക്കുക. റമദാനിൽ തെർത്തീബാക്കുക. റമദാനിൽ അസറിനൊക്കെ അസർ ജമാഅത്തിന് പള്ളിക്ക് പോകുമ്പോൾ കുറച്ച് വെയിലുണ്ടാവും, ശരിയാ. ളുഹറിന്റെ ജമാഅത്തിന് പള്ളി പോകുമ്പോൾ കുറച്ച് വെയിലുണ്ടാവും എന്നുള്ളത് ശരിയാ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി എന്താ അറിയോ? ബദർ നടന്നത് റമദാനില്ല. ബദർ നടന്നത് റമദാനില്ല. ആ സഹാബത്തിന് ചൂടും വെയിലൊന്നും ഇല്ലായിരുന്നു. പട്ടിണി കടന്ന് നോമ്പനുഷ്ഠിച്ച് വെയില് കൊണ്ട് ചൂട് കൊണ്ടിട്ടാണ് അവർ യുദ്ധത്തിന് പോയത്. റമദാനിലാണ് യുദ്ധം നടക്കുന്നത്, ബദർ യുദ്ധം. അത്രയൊന്നും പ്രശ്നം നമുക്കില്ലല്ലോ. ഇപ്പൊ രണ്ടാമത് ജമാഅത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക. മൂന്നാമത്തത് സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തും അല്ലാത്ത സുന്നത്തുകളും. ആരെങ്കിലും ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കാന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. 10 റക്അത്ത് അല്ലെങ്കിൽ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കണിശമായി നിർവഹിക്കുക. റവാത്തിബ. ഈ റവാത്തിബ് അല്ലാത്ത സുന്നത്തുണ്ട്. അസറിന്റെ മുമ്പിലുള്ള 4 റക്അത്ത് റവാത്തിബല്ല. റവാത്തിബ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതെന്നാണ് അതിനർത്ഥം. നബി സ്ഥിരമായി കണിശമായി ചെയ്താണ് റവാത്തിബ്. എന്നാൽ സൗകര്യം കിട്ടുമ്പോൾ ചെയ്യുന്നതിനാണ് റവാത്തിബ് അല്ലാത്ത സുന്നത്ത്, വൈറു മുവക്കതായ സുന്നത്ത്. അസറിന്റെ മുമ്പുള്ള 4 അത്ര പ്രധാനപ്പെട്ടതല്ല, എന്നാലും പ്രതിഫലം, നിസ്കരിച്ച പ്രതിഫലം കിട്ടും. മഗ്രിബിന് മുന്നുള്ള സുന്നത്ത് അത് അത്ര പ്രധാനപ്പെട്ടതല്ല, റവാത്തിബല്ല. മഗ്രിബ് വാങ്ങി കൊടുത്തതിന് ശേഷം മഗ്രിബ് നിസ്കരിക്കുന്ന മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബല്ല, പക്ഷെ അത് സുന്നത്തിന് പ്രതിഫലം കിട്ടും. പരമാവധി അള്ളാഹുലേക്ക് അടുക്കാനുള്ള ശ്രമം നടത്തുക.
നാലാമത്തെ സംഗതി തറാവീഹാണ്. ബഹുമാനപ്പെട്ട ഖത്തീബ് സൂചിപ്പിച്ചില്ലേ, വേഗം കഴിഞ്ഞോടത്തേക്ക് പോണ കുറെ ആൾക്കാരുണ്ട്. വേഗം കഴിഞ്ഞോടത്തേക്ക് പോണേ, ഇത് 20 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റൊക്കെ കഴിയുന്ന ചില തറാവീന്റെ സ്ഥലങ്ങളുണ്ട്. 10 മിനിറ്റ് വണ്ടി ഓടിയാലും കുഴപ്പമില്ല, അവർക്ക് അവിടെ പോയി 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു വരാണ് അതാ സുഖം. 5 മിനിറ്റിന്റെ ഉള്ളിൽ അടുത്ത പള്ളി ഉണ്ടാവും, അത് കുറച്ച് നേരത്തെ നിൽക്കേണ്ടി വരുന്നുള്ളതുകൊണ്ടാണ് പ്രശ്നം. അതിന് 15 മിനിറ്റ് വണ്ടി വിട്ടുക, അങ്ങോട്ട് 10-15 മിനിറ്റ് കൊണ്ട് മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ തന്ത്രത്തിൽപ്പെട്ട ചില തന്ത്രങ്ങളാക്കി. കുതന്ത്രത്തിൽപ്പെട്ട ബനു ഇസ്രായേലിന്റെ ചില പരിപാടി ഉണ്ടല്ലോ. ബനു ഇസ്രായേലിനോട് ശനിയാഴ്ച മീൻ പിടിക്കരുത് തന്നെപ്പോഴേ ശനിയാഴ്ച കൈകൊണ്ട് പിടിച്ചില്ല, പിന്നെ മീനൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തി. എന്നിട്ട് ശനിയാഴ്ച കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച ആയപ്പോൾ ഒരു കൈകൊണ്ട് മീൻ പിടിച്ചു. പഠിച്ച പറഞ്ഞ് പിടിക്കരുത് എന്നല്ല, കൈകൊണ്ട്. ഈ മാതിരി കുതന്ത്രങ്ങളായിട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇവർക്ക് ഫുട്ബോളിന് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി 1 മണിക്കൂർ ക്യൂ നിൽക്കണേന് ഒരു പ്രശ്നമില്ല. 1 മണിക്കൂർ ക്യൂ നിൽക്കണേന് അവർക്ക് യാതൊരു പ്രശ്നമില്ല ടിക്കറ്റിനെ. പക്ഷെ പടച്ചോന്റെ മുമ്പിൽ ഒരു 10 മിനിറ്റ് ഏറെ നിന്നു പോയാൽ അന്ന് ഇമാമിന് ഏറെ ഒച്ചപ്പാടും ശബ്ദവും അയാളെ പുറത്താക്കലൊക്കെയാണ് പരിപാടി. ഒരു 5 മിനിറ്റ് ഏറെ സ്കരിച്ചാണ് അയാളെ പ്രശ്നം. ഇതൊക്കെ നമ്മളെ ഇരട്ടത്തപ്പ് പെട്ടാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാതി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഓരോരുത്തരുടെ ഉദ്ദേശം റബ്ബിനറിയാം, നമ്മൾ ആരും ബോധ്യപ്പെടുത്തണ്ട. എന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണെന്ന് റബ്ബിനറിയാം, അതനുസരിച്ച് റബ്ബ് പ്രതിഫലം നൽകുള്ളൂ. പുറമേക്കുള്ള കാട്ടിക്കൂട്ടലല്ല വിഷയം, പുറമേക്കുള്ള കാട്ടിക്കൂട്ടലല്ല. എൻ്റെ ഉള്ളിൽ എന്തുണ്ട്, എനിക്ക് പ്രതിഫലം കൂടുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ടോ, എനിക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടോ, എനിക്ക് നമസ്കരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ, ഇതാണ് വിഷയം. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ ഖിയാമുൽ ലൈൽ തറാവീഹ് നമസ്കരിച്ചാൽ അയാൾ കഴിഞ്ഞ കുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കാൻ. 3 ഹദീസാണ് ബഹുമാനപ്പെട്ട ഖത്തീബ് ഇവിടെ പറഞ്ഞത്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്ന്, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ ഫീ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടുകൂടി അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസം, പ്രതിഫലം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി, ഈമാനോടും പ്രതിഫലം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അയാളെ കുറ്റങ്ങൾ പുറത്തു കൊടുത്തു. അങ്ങനെ ഒരാൾ ഖിയാമുൽ ലൈൽ തറാവീഹ് നിസ്കരിച്ച അയാളെ കുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തു. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഒരാൾ ഖിയാമുൽ ലൈൽ നിസ്കരിച്ച അയാളെ കുറ്റങ്ങൾ പുറത്തു കൊടുത്തു. ചെറിയ ഓഫറാ. 1 മാസം അയ്യാമൻ മഅദൂദാത്ത്, ഖുർആൻ പറഞ്ഞതാണ് അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളാണ്, വേണ്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രയോഗം തന്നെ പ്രയോഗിച്ച് അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങൾ. 1 മാസം ഉണ്ടെങ്കിൽ നമുക്ക് 1 മാസം അനുഭവപ്പെടില്ല, ഫീൽ ചെയ്യൂല, വളരെ സ്പീഡിലാണ് കഴിയുക. 1 ദിവസം റമളാനിൽ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടം. റസൂൽ പറഞ്ഞില്ലേ, 2 കാര്യങ്ങളിൽ അധികം ആളുകളും നഷ്ടത്തിലാണ്. 2 കാര്യങ്ങളിൽ അധികം ആളുകളും നഷ്ടത്തിലാണ്. നിഅമതാനി കസീറും ഫീഹിമാ മഗ്ബൂനും കസീറും ഫീഹിമാ മിനന്നാസ്. ഭൂരിപക്ഷം ആളുകളും അതിൽ നഷ്ടമാണ്. 2 ആളുകൾ, 2 അനുഗ്രഹത്തിൽ. ഒന്ന് ആരോഗ്യം, രണ്ടാമത്തെ ഒഴിവ് സമയം. ഈ 2 സമയവും ഈ 2 സംഗതികളും അവഗണിക്കുന്ന ആളുകളുണ്ട്. മിക്ക ആളുകളും നഷ്ടത്തിലാണ്. റമളാനിൽ ചില ആളുകൾ വിചാരിച്ച് ഉറങ്ങി തീർക്കാനുള്ള മാസമാണ് നമ്മൾ. റമളാനിൽ ഉറങ്ങണേന് യാതൊരു പുണ്യമില്ല. പരമാവധി അള്ളാഹുലേക്ക് അടുക്കുക. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത ലിൽ മുത്തഖീൻ. ധൃതിപ്പെട്ട് ചെല്ലാൻ സാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു പോവുക. അള്ളാഹു റെഡിയാക്കി വെച്ച പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ടു പോവാൻ. പ്രിയപ്പെട്ടവരെ, തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ബഹുമാനപ്പെട്ട ഖത്തീബ് പറയുണ്ടായി, ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അയാൾ അത് ചെയ്യുകയും ചെയ്താൽ അയാൾക്ക് 10 പ്രതിഫലമാണ്. ഒരാൾ ഒരു നല്ല തീരുമാനം ഉണ്ടായി, നല്ല കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അയാൾ അത് പ്രവർത്തിക്കുകയും ചെയ്താൽ 10 വട്ടം പ്രതിഫലം കൊടുക്കും, 10 ഇരട്ടി. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, ചില കാരണങ്ങളാൽ അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല, അയാളുടേതല്ലാത്ത കാരണത്താൽ ചെയ്യാൻ പറ്റിയില്ല, എങ്കിൽ അയാൾക്ക് 1 വട്ടം ചെയ്ത പ്രതിഫലം കൊടുക്കുന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതാണ് തീരുമാനത്തിലുള്ള പ്രത്യേകത. ആത്മാർത്ഥമായിട്ട് എടുക്കണം തീരുമാനം. ആത്മാർത്ഥത പഠിച്ചോനെ ഞാൻ ഈ റമളാനിൽ ഇന്നതൊക്കെ ചെയ്യും, ഇന്ന രൂപത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ തീരുമാനിച്ചു. പക്ഷെ അയാൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. എല്ലാം നമ്മളെ കൺട്രോളിലല്ലല്ലോ, റബ്ബാണ് അതിനൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുക. ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിന് ചെയ്തതുപോലെ, 1 വട്ടം ചെയ്തതുപോലെ പ്രതിഫലം ലഭിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ് തീരുമാനത്തിന് പ്രത്യേകത ഉണ്ടെന്നാണ്.
അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുക, കുറച്ച് റിസ്ക് എടുക്കുക, കുറച്ച് ഉറക്കം ഒഴിവാക്കുക. വിശുദ്ധ ഖുർആൻ പരലോകത്ത് വരുന്നതാണ് ശുപാർശകനായിക്കൊണ്ട് ഖുർആൻ ഓതുന്ന ആളുകൾക്ക്. അഞ്ചാമത്തെ കാര്യം അതേ പറയുള്ളൂ. ഖുർആനും നമ്മളെ ജീവിതമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പരിശോധിക്കുക. കത്തം തീർക്കുന്ന ആളുകളുണ്ട് റമദാനിൽ, കത്തം തീർക്കുന്ന ആളുകൾ. ഓക്കെ, കത്തം തീർക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു ഹർഫോദിയാൽ 10 പക്ഷേ വിശുദ്ധ ഖുർആൻ കത്തം തീർക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയൊരു ഗ്രന്ഥമല്ല. വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും നമ്മളോട് സംസാരിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്ന രൂപത്തിൽ പ്രവർത്തിക്കണം എന്നൊക്കെ. നമ്മൾ എത്ര ആൾക്കാർ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്? വിശുദ്ധ ഖുർആനിലെ ഇന്ന ആയത്ത് മനസ്സിലായത് മുതലാണ് ഞാൻ ഇന്ന പ്രവർത്തനം നിർത്തിയത്, വിശുദ്ധ ഖുർആനിലെ ഇന്ന ആയത്ത് പഠിച്ചത് മുതലാണ് ഞാൻ ഇന്നത് ചെയ്യാൻ തുടങ്ങിയത് എന്ന് നമുക്ക് എത്ര ആൾക്കാർക്ക് പറയാൻ കഴിയും? വിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കണം. അത് യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥ. ഇരുട്ടത്തെ തപ്പിത്തടയുമ്പോൾ പ്രകാശം കാണിച്ചു തരുന്ന ഗ്രന്ഥം. അതിൽ ഓരോ ആയത്തും പ്രകാശമാണ്, നൂറാണ്. ഖുർആനെ പറ്റി നൂർ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പ്രകാശമാണ് ആ ഗ്രന്ഥം. ഏതായാലും റമദാൻ വരില്ലേ, ഒരു 2 ജുസിന്റെ അർത്ഥം പഠിക്കാൻ തീരുമാനിക്കും. നിങ്ങൾക്കറിയാലോ, ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ആളുകൾക്ക് പോലും 2-3 വർഷമായാലാണ് ഒരു ജുസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു 4 ആയത്ത് 5 ആയത്താണ് ഒരു ഖുർആൻ ക്ലാസ്സിൽ എടുക്കുക. 1 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുക, അതിന്റെ വിശദീകരണത്തോട് കൂടിയിട്ട്. എത്ര കൊല്ലം കഴിയണം ഒരു ജുസ് കംപ്ലീറ്റ് ആവാൻ? അപ്പൊ നിങ്ങൾ ഈ റമദാനിൽ തീരുമാനിക്കും, ഒരു 2 ജുസിന്റെ അർത്ഥം ഞാൻ പഠിക്കുന്നു. ഹിഫ്ള് ഒരു 2 സൂറത്തെങ്കിലും നിർബന്ധമായിട്ട് ഹിഫ്ള് ആക്കും തീരുമാനിക്കും. നിർബന്ധമായിട്ട് ഹിഫ്ളാക്കേണ്ട ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ നിത്യേന ഓതണ്ട. ഒന്ന് തബാറക്ക, സൂറത്തുൽ മുൽക്ക്. തബാറക്ക നിർബന്ധമായിട്ട് ഹിഫ്ളാക്കേണ്ട, കാരണം രാത്രി ഒന്നും ചെല്ലാൻ വേണ്ടി അള്ളാഹിന്റെ റസൂൽ പറഞ്ഞാണ്, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഒന്നത്. രണ്ടാമത്തെ ആമന റസൂൽ, സൂറത്തുൽ ബക്കറിന്റെ ലാസ്റ്റ് ഭാഗം ആമന റസൂൽ. ആയത്തുൽ കുർസി, സൂറത്തുൽ ബക്കറയിൽ തന്നെയുള്ള ആയത്തുൽ കുർസി 285 ആയത്ത്. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു സമയം വരുന്നത് അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് അള്ളാഹിന്റെ റസൂൽ ഓതിയ ചില ഭാഗങ്ങളുണ്ട്. സൂറത്ത് ആൽ ഇംറാന്റെ ലാസ്റ്റ് ഭാഗം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി. അവിടെ മുതൽ ഒരു 5 ആയത്തെങ്കിലും ആ എഴുന്നേറ്റ് ഉടനെ ചെല്ലുക, അത്താഴത്തിന് എഴുന്നേറ്റ് ഉടനെ ചെല്ലുക. ഇതൊക്കെ ഇഫ്ലാക്ക് ആ സമയത്ത് ഖുർആൻ തിരഞ്ഞ് നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ പിന്നെ ഓതലും ഉണ്ടാവില്ല. അപ്പൊ ഈ മാതിരിയുള്ള സൂറത്തുകളെങ്കിലും നിർബന്ധമായിട്ട് ഹിഫ്ളാക്കുക. അല്ലാതെ ഒരു 1-ാമത്തെ ജുസ് അഥവാ അമ്മ ജുസെങ്കിലും ഹിഫ്ള് ഇല്ലാത്ത ആളുകൾ അത് ശ്രദ്ധിക്കുക. നന്മയിലേക്ക് മുന്നേറുക, അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് മുന്നേറുക, അതിന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുക. ഹവൻ നഫ്സ് ഉണ്ടല്ലോ, ഇച്ഛയെ കൺട്രോൾ ചെയ്യുക. അതാണ് ബഹുമാനപ്പെട്ട ഖതീബ് പറഞ്ഞത്, സ്വർഗത്തിന്റെ വാതിൽ തുറന്നിടും, നരകത്തിന്റെ വാതിൽ അടക്കും, പിശാചിനെ ചങ്ങലക്കിടും. റമദാനിൽ മരിച്ചവരാരും നരകത്ത് പോകില്ല എന്നല്ല ഇതിനർത്ഥം. റമദാനിൽ മരിച്ചവരൊക്കെ സ്വർഗത്ത് പോകുന്നല്ല ഇതിനർത്ഥം. സ്വർഗത്തിലേക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ അതിനുള്ള ചാൻസ് വാതിലവിടെ തുറന്നിട്ടുണ്ടെന്നാണ്. അതിന് മാത്രം സൽക്കർമ്മങ്ങൾക്ക് ഓഫർ ഉണ്ട്, കണ്ടമാന ഓഫർ. അതുകൊണ്ട് വേഗം സ്വർഗത്ത് പോകാന്ന് അതിന്റെ അർത്ഥം. നരകത്തു നിന്ന് രക്ഷപ്പെടാന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിശാചിനെ ചങ്ങലക്കിടും എന്ന് പറഞ്ഞാൽ റമദാനിൽ ഒരു തോന്നിയാസവും ദുനിയാവിൽ നടക്കൂല എന്നല്ല. ഏറ്റവും തോന്നിയാസം നടക്കുന്ന മാസവും റമദാൻ തന്നെയാണ്, നമുക്കറിയാം. പക്ഷെ അവനവന്റെ പൈശാചികമായ ചിന്തകളെ ചങ്ങലക്കിടാൻ നമുക്ക് കഴിയും റമദാൻ കൊണ്ട്, നോമ്പുണ്ട് എന്നാണ് പറഞ്ഞത്. അവനവന്റെ ഹവൻ നഫ്സ് ഉണ്ടല്ലോ, ഹവൻ നഫ്സ്, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നോമ്പ് പറ്റ ഒരാൾക്ക്. അത് നമുക്ക് കഴിയണം. അല്ലാതെ റസൂലുള്ള പറഞ്ഞ പോലെ കം മിൻ സായിമിൻ, എത്ര നോമ്പുകാരുണ്ട്, പട്ടിണി മാത്രമാണ് അവർക്ക് ബാക്കിയാവുന്നത്, പ്രതിഫലം ബാക്കിയാവൂല. എത്ര നോമ്പുകാര്, ഒരു മാറ്റം വരെ ജീവിതത്തിലില്ല. സംസാരത്തിന് മാറ്റില്ല, കളവ് പറയണില്ല മാറ്റില്ല, നോട്ടത്തിന് മാറ്റില്ല, ഇടപാടുകളിൽ മാറ്റില്ല, ഒന്നും ഒരു മാറ്റില്ല. ചില സാധുക്കൾ വിചാരിച്ച് റമദാന്റെ പകലിന് മാത്രമാണ് ഇത് വിരോധിച്ച് രാത്രി ആവാന്നാണ്. അത് ശരിയല്ല. റമദാന്റെ പകലും റമദാന്റെ രാത്രിയൊക്കെ ഹറാമ തന്നെയാണ്, തെറ്റായ സംഗതി തെറ്റന്നെയാണ്. അത് പകല് ഹറാമും രാത്രി ഹലാലും ആവില്ല. ഹലാലായ സാധനം പോലും വേണ്ട എന്നുള്ള പറഞ്ഞു. നിങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണപാനീയങ്ങൾ സാധാരണ കുടിക്കാൻ പറ്റൂലേ, പക്ഷെ അതുപോലും ഹറാമാണ്, പകല് കഴിക്കാൻ പാടില്ല. അങ്ങനെ ശ്രദ്ധിക്കണ ഒരാൾ പിന്നെ ഇങ്ങനെ ഹറാമ് പോയി ചാടുക, അത് ചാടൂല. ഹലാല് പോലും ഒഴിവാക്കാൻ പറയുമ്പോൾ നമ്മൾ ഒഴിവാക്കാൻ റെഡിയായി. പരിശീലനാണ് തഖ്വ, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാൻ. അള്ളാഹ് ഈ മാസത്തിന്റെ പ്രത്യേകത ഷഹ്റു സബർ എന്നൊരു പേര് ഈ മാസത്തിനുണ്ട്. ഷഹ്റു സബർ, ക്ഷമയുടെ മാസാണ്. ക്ഷമിക്കണം, നല്ല ദാഹമുണ്ട്, പക്ഷെ നമ്മൾ ക്ഷമിക്കണം, സഹിക്കണം പ്രതിഫലത്തിന് വേണ്ടി. അതുകൊണ്ടുള്ള റബ്ബ് പറഞ്ഞത് അസ്സൗമു ലീ വ അനാ അജ്സി ബി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം കൊടുക്കും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ബാക്കിയുള്ളതൊക്കെ അള്ളാഹ്ക്കുള്ളതല്ലേ? ആണ്. പിന്നെന്താ അതിൽ പറഞ്ഞത്? ഇത് എനിക്കുള്ളതാണ്. ഒരാള് നോമ്പുകാരനാണോ അല്ലേ എന്നുള്ള അള്ളാഹ്ക്കും അയാൾക്കും അറിയുള്ളൂ, ആർക്കും അറിയാൻ കഴിയില്ല. അതാണ് പ്രത്യേകത. നിസ്കരിക്കണേ നമുക്ക് കാണാം,
ഹജ്ജിനെ നമുക്ക് കാണാം, സക്കാത്ത് കൊടുക്കാൻ നമുക്ക് കാണാം. പക്ഷെ നോമ്പ് കാണാൻ കഴിയില്ല. നോമ്പ് ഒരാളെ മനസ്സിൽ, നോമ്പ് എല്ലാത്താക്ക് നോമ്പിനെ കാരണം പോലെ അഭിനയിക്കുക പോലും ചെയ്യാം. കാരണം അത് അയാളെ മനസ്സിലുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത് അസ്സൗമു ലീ വ അന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ കൊടുക്കും അതിന് പ്രതിഫലം എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ഞാൻ കണ്ടറിയുന്നതാണ്. നോമ്പുകാരന്റെ പ്രതിഫലം ഞാൻ വാരിക്കോരി കൊടുക്കും എന്നാണ് പറഞ്ഞത്. അതാണ് ഈ മാസം റഹ്മത്തിന്റെ മാസമാണെന്ന് പറഞ്ഞത്. ലൈലത്തുൽ ഖദറിന്റെ മാസമാണെന്ന് പറഞ്ഞത് അതാണ്. 1000 മാസത്തേക്കാളും പ്രതിഫലം. എത്ര ഓഫറാണ് പ്രിയപ്പെട്ടവരെ ഈ മാസത്തിലുള്ളത്. അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് യാതൊരു ലക്ഷ്യമില്ലാതെ ജീവിക്കണം കുറെ മനുഷ്യന്മാരെ കാണുമ്പോൾ എന്തൊരു സങ്കടം നമുക്ക് തോന്നുക. യാതൊരു ബോധമില്ലാതെ ജീവിക്കുന്ന കുറെ ആൾക്കാർ. ഒരിക്കൽ റമദാൻ വന്നാലും പോയാലും ഒരു പ്രശ്നമില്ല. മാക്സിമം അവർ ഭക്ഷണത്തിൽ ചെറിയൊരു ക്രമീകരണം വരുത്തുന്നല്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റവും അവർക്ക് ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് ആലോചിക്കുക, ശക്തമായ തീരുമാനം എടുക്കുക, നാവ് കൺട്രോൾ ചെയ്യുക. സംസാരം നടത്തിയിട്ടുള്ള അമലുകൾ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. അത് പാടില്ല. നമ്മുടെ അമല് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അന്യരുടെ അടുത്തുള്ള ന്യൂനതകൾ നമ്മൾ പറയണ്ട. അത് ഉള്ളതാണെങ്കിൽ പോലും പറയരുത് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. കൺട്രോൾ ചെയ്യുക. ആ മാതിരിയുള്ള സംസാരങ്ങൾ വരുമ്പോൾ അതിന് മാറിപ്പോവുക. എന്നിട്ട് സ്വന്തം കൺട്രോൾ ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുക. പിശാചിനെ ചങ്ങലക്കിടാൻ നമുക്ക് കഴിയണം. നമ്മുടെ പൈശാചികമായ ചിന്തകളെ ചങ്ങലക്കിടാൻ നമുക്ക് കഴിയണം. എന്നിട്ട് ഈ വരുന്ന റമദാനിൽ പൂർണ്ണമായ പ്രതിഫലം എൻ്റെ റമദാൻ കൊണ്ട് എനിക്ക് കിട്ടണമെന്ന് ഞാൻ തീരുമാനിക്കണം. നഷ്ടപ്പെട്ടു പോയിക്കൂടാ. റമദാൻ നഷ്ടപ്പെട്ടു പോയിക്കൂടാ. പട്ടിണി കിടന്നിട്ട് പട്ടിണി മാത്രം ബാക്കി. വേറെ ഹദീസിൽ മല്ലം യദഅ ഖൗല സൂർ വൽ അമൽ വൽ ജഹൽ ലൈസ ലില്ലാഹി ഹാജത്തൻ ഫി അൻ യദഅ തഅമുഹു വശറാമുഹു. തെറ്റായ സംസാരങ്ങൾ, കളവായ സംസാരങ്ങൾ, കളവായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കാത്ത ഒരാൾ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് യാതൊരു ആവശ്യമില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. തക്കവ ഉണ്ടാവണം, സൂക്ഷ്മത ഉണ്ടാവണം. സംസാരത്തിലും ഇടപാടിലും പെരുമാറ്റത്തിലും എല്ലായിടത്തും സൂക്ഷ്മത, തക്കവ ഉണ്ടാവുക. എങ്കിൽ അള്ളാഹ് ഉദ്ദേശിച്ച ലക്ഷ്യം നിറവേറും. അല്ലെങ്കിലോ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവില്ല, പ്രതിഫലം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു ഈമാനോട് കൂടി മരിപ്പിക്കട്ടെ.